കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായതും പരശുരാമനാൽ നിർമ്മിച്ചതുമായ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതി പ്രഭാതത്തിൽ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് വനദുർഗയായും വൈകുന്നേരം ഭദ്രകാളിയായും ആരാധിക്കപ്പെടുന്നു. ഈ പരാശക്തിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഗ്രഹപൂർത്തിയും അവിവാഹിതരായവർക്ക് മംഗല്യസൗഖ്യവും ഐശ്വര്യവും നൽകി ഭഗവതി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒരു കാവായിരുന്നു ഇത്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ഇത് മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. പിന്നീട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഇരമ്പുന്ന നഗരത്തിന് നടുവിൽ തിരക്കേതുമില്ലാതെ ഒരു ശാന്തിവനം. വലിയ മരങ്ങൾ അതിരിടുന്ന പടവുകൾ കയറി കാവിനുള്ളിലേക്ക് കയറിയതും ഉള്ളം തണുത്തു. അടിക്കാടുകളും വള്ളിപ്പടർപ്പുകളും മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പ്രതാപികളായ വൃക്ഷരാജാക്കന്മാരും അതിൽ ചേക്കേറിയ ഗഗനചാരികളും ഒക്കെ ചേർന്ന ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറ. ശുദ്ധവായുവിൻ്റെ അക്ഷയഖനിയിലേക്ക് കയറിയതുപോലെ തോന്നും. 50 ഏക്കർ കാടിന് നടുവിലാണ് ഈ ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏഴിലം പാലയും കൂവളവും കരിമ്പനയും തേക്കും ആഞ്ഞിലിയും വെള്ളപ്പൈനും തമ്പകവും തുടങ്ങി ആകാശത്തേക്ക് കൈയുയർത്തി നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങൾ. ചീവീടുകളുടെ കരച്ചിലും മരങ്ങളുടെ പച്ചക്കുടയിൽ തടഞ്ഞ് താഴേക്കെത്താത്ത സൂര്യപ്രകാശവും പിണഞ്ഞുകിടക്കുന്ന വള്ളിച്ചെടികളുമെല്ലാം ചേർന്ന് ഒരു ഘോര വനത്തിലകപ്പെട്ട പ്രതീതിയാണ് അവിടെ ചെന്നാൽ നമുക്കുണ്ടാവുക. പ്രകൃതിക്ഷോഭത്തിലും മറ്റും വീണുകിടക്കുന്ന വൃക്ഷങ്ങൾ പ്രകൃതിയിലേക്ക് തന്നെ ലയിച്ചു ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ മരങ്ങൾ ആരും തന്നെ എടുത്തുകൊണ്ടു പോകുവാൻ ധൈര്യപ്പെടാറില്ല. മറ്റൊരു പ്രത്യേകത അവിടുത്തെ പ്രതിഷ്ഠയാണ്. ദുർഗാദേവിയുടെ രൂപമില്ലാത്ത ശിലയാണ്. സുഗന്ധപുഷ്പങ്ങൾക്കോ അത് ചൂടിയിരിക്കുന്ന സ്ത്രീകൾക്കോ കാവിനുള്ളിൽ പ്രവേശനമില്ല. പൂജയ്ക്ക് പോലും സുഗന്ധപുഷ്പങ്ങളില്ല. വിവാഹം, കെട്ടുനിറ, രാമായണ പാരായണം തുടങ്ങിയ ആഘോഷങ്ങൾ ഇവിടെ നടക്കാറില്ല. മീനമാസത്തിലെ പൂരത്തിന് പിടിയാനകളെയാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നത്. ഈ കാവിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെന്നും പറയപ്പെടുന്നു. നെയ്പായസവും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ചതുശതവും കൂട്ടുപായസവും തുലാഭാരവും ആണ് പ്രധാന വഴിപാടുകൾ. കൊടും വേനലിലും ഇവിടുത്തെ തീർത്ഥക്കുളം വറ്റാറില്ല. ഈ തീർത്ഥക്കുളത്തിലേക്ക് ശ്രീകോവിലിൻ്റെ അടിയിൽ നിന്നൊരു ഗർത്തമുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം: ദ്വാപരയുഗത്തിൽ അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞതിനാൽ ഗർഭിണിയായ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും കാരാഗൃഹത്തിൽ അടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു. എന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു ഒരു നക്ഷത്രം പോലെ തിളങ്ങി. സാക്ഷാൽ ദുർഗയായ ആ ഭഗവതി കംസന് ശ്രീകൃഷ്ണൻ്റെ ജനനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും അപ്രത്യക്ഷയാവുകയും ചെയ്തു. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്ന് ആയി മാറി. മീനമാസത്തിലെ രോഹിണി കൊടികയറി ഉത്രമാറാട്ട് വരത്തക്ക വിധമാണ് ഉത്സവം. മീനപ്പൂരമാണ് പ്രധാന ഉത്സവം. കൊടികയറി പിറ്റേന്ന് മുതൽ ദേവിയുടെ സഹോദര സങ്കല്പത്തിലുള്ള നീലംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവതി ആറാട്ടിന് പോകും. വർഷത്തിലൊരിക്കൽ മീനപ്പൂരം ദിനം ആറാടിയ ശേഷം ഭഗവതി ശ്രീകൃഷ്ണ ശ്രീകോവിലിൽ കയറി ഒരു പീഠത്തിൽ ഭഗവതിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും ചേർത്തിരുത്തി കുടിപൂജയും നടത്തുന്നത് മറ്റൊരു സവിശേഷതയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ ഭഗവതി നാരായണി ഗൗരി, ആനന്ദദേവി തൻ കൈതൊഴുന്നേൻ. ആര്യ ഭഗവതി ദേവി സര
സരസ്വതി ആദികാർത്യായനി കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇന്ദ്രാരികളായ ശുംഭാനിശുംഭരെ ഇല്ലാതെയാക്കിയോളെ കൈതൊഴുന്നേൻ. ഈരേഴു ലോകവും നിങ്കല്ലേയിക്കുന്നു ഈശ്വരി തൃക്കാൽക്കൽ കൈതൊഴുന്നേൻ. ഉള്ളത്തിലെപ്പോഴും തോന്നണം നിൻപാദം ഉത്തമേ ഭൈരവി കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഊഴിമേലുള്ളൊരു ലോകരെ പാലിപ്പാനൂക്കറും കല്യാണി കൈതൊഴുന്നേൻ. ഏട്ടാശ പോട്ടുന്നോരട്ടഹാസത്തെയും എൻ പരമേശ്വരി കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഏറിയെഴുന്നള്ളും വേതാളഭൂതത്തിലേന്തിയൂതിക്കുമ്പോൾ കൈതൊഴുന്നേൻ. ഐരസ്വരൂപത്തിൻ പേരായി മാറുന്നോരാശ്ചര്യമൂർത്തിയെ കൈതൊഴുന്നേൻ. ഒട്ടും കുറയാതെ വൈരിയെ കൊല്ലുന്നോരോങ്കാര പള്ളിവാൾ കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഓതുന്ന വേദത്തിൻ കാതലായി മേവുന്ന ഓങ്കാരമൂർത്തിയെ കൈതൊഴുന്നേൻ. ഔചിത്യം കൊണ്ടുള്ളൊരാഭരണങ്ങളെ ഔവണ്ണം കാണുവാൻ കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്പലം തന്നിലെഴുന്നള്ളും ദേവിയെ അമ്മേ ഭഗവതി കൈതൊഴുന്നേൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. മീനമാസത്തിലെ രോഹിണി കൊടികയറി ഉത്രമാറാട്ട് വരത്തക്ക വിധമാണ് ഉത്സവം. മീനപ്പൂരമാണ് പ്രധാന ഉത്സവം. കൊടികയറി പിറ്റേന്ന് മുതൽ ദേവിയുടെ സഹോദര സങ്കല്പത്തിലുള്ള നീലംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവതി ആറാട്ടിന് പോകും. വർഷത്തിലൊരിക്കൽ മീനപ്പൂരം ദിനം ആറാടിയ ശേഷം ഭഗവതി ശ്രീകൃഷ്ണ ശ്രീകോവിലിൽ കയറി ഒരു പീഠത്തിൽ ഭഗവതിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും ചേർത്തിരുത്തി കുടിപൂജയും നടത്തുന്നത് മറ്റൊരു സവിശേഷതയാണ്. പ്രധാന ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന 3 പ്രധാന വഴികളും നിരവധി ചെറിയ വഴികളുമുണ്ട്. കാട്ടിലേക്ക് ആഴത്തിൽ നടന്നതിന് ശേഷം നിങ്ങൾക്ക് വഴിതെറ്റിയതായിട്ട് തോന്നുകയാണെങ്കിലും എല്ലാ വഴികളും ഒരു ബിന്ദുവിൽ എത്തിച്ചേരുന്നു. അപകടകാരികളായ ഒരു മൃഗങ്ങളും ഇതിൽ വസിക്കുന്നില്ല. അതിനാൽ സന്ദർശകർക്ക് വനത്തിനുള്ളിൽ അവരുടെ സുരക്ഷയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല. 50 ഏക്കർ വിസ്തൃതിയുള്ള ഈ വനഭൂമി വംശനാശ ഭീഷണി നേടുന്ന പശ്ചിമഘട്ടത്തിലെ മൃഗങ്ങൾ, പക്ഷികൾ, സസ്യജാലങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. ഏകദേശം 44 ഇനം പക്ഷികൾ ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. കനത്ത വേനൽക്കാലത്ത് പോലും ഈ വനം പച്ചപ്പിൻ്റെ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. സമീപത്ത് നിരവധി ചതുപ്പ് നിലങ്ങളും കുളങ്ങളും ഉള്ളതിനാലാണ് ഇത് സംഭവിക്കുന്നത്. തോട്ടത്തിനുള്ളിലെ തീർത്ഥക്കുളം അല്ലെങ്കിൽ ക്ഷേത്രക്കുളം വർഷം മുഴുവൻ സമൃദ്ധമായിരിക്കും. ഇരിങ്ങോൾക്കാവിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ ദൈവിക സംരക്ഷണത്തിലാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അത്ഭുതത്തിൻ്റെയും ആദരവിൻ്റെയും ബോധം വർദ്ധിക്കുന്നു. ഉയർന്ന മരങ്ങൾ നിറഞ്ഞ പാതയും പ്രകൃതിയുടെ ശബ്ദങ്ങളാൽ നിറഞ്ഞ വായുവും നിറഞ്ഞ ഒരു നിഗൂഢ ഭൂപ്രകൃതിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ആത്മീയതയുടെയും പ്രകൃതിയുടെയും അതുല്യമായ സംയോജനം ആഗ്രഹിക്കുന്നവർക്ക് ഇരിങ്ങോൾക്കാവ് ഒരു അവിസ്മരണീയമായ അനുഭവം നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹാസിക ചരിത്രമോ അതിൻ്റെ ശാന്തമായ അന്തരീക്ഷമോ അല്ലെങ്കിൽ വനത്തിലൂടെയുള്ള മോഹിപ്പിക്കുന്ന യാത്രയോ ആകട്ടെ, ഈ പുണ്യസ്ഥലത്തേക്കുള്ള സന്ദർശനം ആഴമേറിയതും പുനരുജ്ജീവിപ്പിക്കുന്നതുമായ ഒരു യാത്ര വാഗ്ദാനം ചെയ്യുന്നു.
കേരളത്തിലെ ഏറ്റവും ആകർഷകവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഇരിങ്ങോൾക്കാവ്.